SSLC +2 പരീക്ഷ ഫലം അടുത്ത മാസം അറിയാം. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. സർട്ടിഫിക്കറ്റുകളും ഉടൻ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മെയ് 15-ന് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അറിയിച്ചത്. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. മെയ് അവസാനത്തോടുകൂടി അതിന്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മെയ് 15-നാണ് SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാലുടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22. രണ്ടാം വർഷ ഇംപ്രൂവ്മെൻ്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. രണ്ടാം വർഷ ഇംപ്രൂവ്മെൻ്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. ഓരോ പേപ്പറിനും മൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുമുണ്ട്. എന്നാൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാത്ത 2000-ലധികം വരുന്ന അധ്യാപകരുണ്ട്. +2 പരീക്ഷയുടെ ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും +1 പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. അതേസമയം പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കാത്ത 2000-ലധികം അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിഴവുകൾ വരുത്തുന്ന സ്കൂൾ അധികാരികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.